കല്യാണ ദിവസം തന്നെ കല്യാണ പെണ്ണിന്റെ മുൻപിൽ വെച്ച് ചെക്കനെ നടു റോഡിലിട്ട് തല്ലുകയും ശേഷം മുണ്ടുവരെ അഴിച്ചെടുത്ത് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അവസ്ഥ എന്താകും? ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ വില്ലന്മാർക്ക് ഒരു ഭർത്താവിനും അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡും. പെണ്ണും ചെക്കനും കല്യാണത്തിന് ശേഷം ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് ആടി. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ നായകൻ സജീവ് നായർ. എല്ലാവരും വിളിക്കുന്നത് നന്ദു എന്നാണ്. വിദേശത്താണ് അദ്ദേഹം. ആളുടെ കല്യാണം ഉടനെ നടക്കാൻ പോവുകയാണ്. ഇതാണ് സജീവൻ കെട്ടാൻ പോകുന്ന കുട്ടി ഗീതിക. സജീവിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും പെങ്ങളുടെ കുട്ടിയുമാണ് ഉള്ളത്. പെങ്ങളുടെ ഭർത്താവ് വിദേശത്താണ്. ഏകദേശം 1 മാസത്തെ ലീവിന് കല്യാണം കഴിക്കാനായി നാട്ടിലെത്തിയിരിക്കുകയാണ് നന്ദു. അങ്ങനെ കല്യാണ ദിവസമാകുന്നു. പെണ്ണിന്റെ വീട്ടുകാർക്ക് ആർഭാടമായിട്ടുള്ള കല്യാണത്തോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഗീതികയ്ക്ക്. അതുകൊണ്ട് തന്നെ പെൺവീട്ടുകാരുടെ ആവശ്യപ്രകാരം രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ ചടങ്ങ്. അതിനുശേഷം അമ്പലത്തിൽ പോയൊരു താലികെട്ട്, പിന്നീട് വൈകിട്ട് ഒരു റിസപ്ഷൻ. ഇത് സജീവിന്റെ താല്പര്യപ്രകാരം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവരങ്ങനെ മാരേജ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് നേരെ അമ്പലത്തിലേക്ക് പോകാനായി കാറിലിറങ്ങുന്നു. തമാശയൊക്കെ പറഞ്ഞ് ചെക്കനും പെണ്ണും ഒരു കാറിലാണ് വരുന്നത്. പോകും വഴി ഒരു കുരിശടിയിൽ കാണിക്കയിടാനായി വണ്ടി നിർത്തി അവരിറങ്ങുന്നു. താനെന്താ പ്രാർത്ഥിച്ചതെന്ന് നന്ദു ചോദിക്കുമ്പോൾ പെണ്ണു വീട്ടിൽ കയറുന്ന സമയത്ത് വിളക്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതെങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങണേ എന്ന് പ്രാർത്ഥിച്ചതാണെന്ന് ഗീതിക പറയുന്നു. പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങളിലോ ചടങ്ങുകളിലോ ഒന്നും തന്നെ തീരെ താല്പര്യമില്ലായിരുന്നു. നന്ദു അവിടുന്ന് വണ്ടി എടുക്കാൻ തുടങ്ങുന്നതും രണ്ടുപേരെ പെട്ടെന്ന് ബൈക്കിൽ വന്ന് സജീവിന്റെ കാറിൽ തട്ടുന്നു. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നന്ദു അവന്മാരെ തെറി വിളിക്കുന്നു. ഇതോടെ ബൈക്കിൽ പോയവര് തിരികെ വന്ന് നന്ദുവിന്റെ കാറിന്റെ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊട്ടിക്കുകയും അവനെ കാറിൽ നിന്നിറക്കി റോഡിലിട്ട് തല്ലി ചതയ്ക്കുകയും മുണ്ടുവരെ പിടിച്ചഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആള് കൂടുന്നതോടെ ബൈക്കും എടുത്ത് അവന്മാരങ്ങനെ രക്ഷപ്പെടും. നന്ദു അങ്ങനെ ഹോസ്പിറ്റലിലാകുന്നു. ഇത് തങ്കച്ചായൻ. നന്ദുവിന്റെ ഏത് കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. നന്ദുവിന്റെ വീടിനോട് തൊട്ടടുത്ത് ഒരു കട നടത്തുകയാണ് തങ്കച്ചായൻ. അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി ഡിസ്ചാർജ് ഒക്കെ വാങ്ങി നന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നന്ദുവിൻ്റെ വീട്ടിൽ വിവരമറിഞ്ഞ് നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നന്ദുവിന് വലിയ നാണക്കേടൊക്കെ തോന്നുന്നു. നന്ദു വന്നിട്ട് വീട്ടിൽ കയറാമെന്ന് കരുതി തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുകയായിരുന്നു ഗീതിക. അവളും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. വീട്ടിലേക്ക് കയറേണ്ട മുഹൂർത്തം തെറ്റിയതുകൊണ്ട് തന്നെ ഇനി വിളക്കൊന്നും വേണ്ട, അകത്തേക്ക് കയറാൻ നന്ദുവിൻ്റെ അമ്മയും പറയുന്നു. ഗീതിക പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിളക്കെടുക്കാതെ അവൾ അങ്ങനെ പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലും. തല്ലുകൊണ്ട് അവശനായ നന്ദു ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വിവരമറിഞ്ഞ് ഗൾഫിലുള്ള അളിയൻ ഈ സമയം നന്ദുവിനെ വീഡിയോ കോൾ ചെയ്ത് നിന്നെ തല്ലിയവന്മാരോട് നമുക്ക് പ്രതികാരം വീട്ടണമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ആകെ ടെൻഷനാകുന്ന ഗീതിക വന്ന് ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നത്തിനൊന്നും പോകരുത്, ഈ ചെറിയൊരു കാര്യം വലിയൊരു വിഷയമാക്കി മാറ്റരുത്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം, അതിന് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നു. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോകില്ലെന്ന് നന്ദുവും പറയും. അതോടെ ഗീതികയും അടങ്ങുന്നു. അമ്പലത്തിൽ വെച്ച് അവർ കെട്ടാനിരുന്ന താലി നന്ദു ആ മുറിയിൽ വെച്ച് അങ്ങനെ ഗീതികയ്ക്ക് കെട്ടിക്കൊടുക്കും. അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ അവിടെ മുതൽ തുടങ്ങുകയാണ്. രാത്രിയാകുമ്പോൾ ദേഹം ആസകലം വേദന എടുക്കുന്നു. എനിക്ക് 2 പെഗ് അടിക്കണമെന്ന് നന്ദു പറയും. ഗീതികയും അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് അവൻ വെള്ളമടിക്കാനായി ടെറസിന് മുകളിലേക്ക് പോകും. അവൻ്റെ മനസ്സ് നിറയെ തനിക്ക് കിട്ടിയ തല്ലും തല്ലിയവനോടുള്ള കലിയുമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഗീതിക അമ്മയോടും പെങ്ങളോടുമൊക്കെ കൂട്ടാകും. വീട്ടുജോലികളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യും. നന്ദു തങ്കച്ചായൻ്റെ കടയിൽ ചെന്നിരിക്കുന്നു. തങ്കച്ചായൻ ഇതിനുള്ളിൽ തന്നെ നന്ദുവിനെ തല്ലിയവന്മാർ ആരാണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഡയമണ്ട് കോളനിയിലെ പയ്യന്മാരായിരുന്നു കക്ഷികൾ. ഒന്ന് കുഞ്ഞാവ, മറ്റവൻ വെള്ളപ്പട്ടര് എന്ന് വിളിക്കുന്ന ജോബി വർഗീസ്. ഇവന്മാരൊക്കെ ആകെ പെശക് ടീമുകളാണ്. തങ്കച്ചായനോടും നന്ദു ഇനി ഒന്നിനുമില്ല, ഇതിങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് നന്ദു പറയുമെങ്കിലും ആരും കാണാതെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടിയെടുത്ത് കയ്യിൽ കരുതുന്നുണ്ട്. ശേഷം അവൻ നേരെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കും ജോബി തല്ലിപ്പൊളിച്ച സജീവിൻ്റെ കാറ് അവൻ്റെ ഒരു ബന്ധു ശരിയാക്കി കൊണ്ടുവരുന്നു. ജോബിയുടെ നമ്പർ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. നന്ദു ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കട്ടി ആരും കാണാതെ കാറിനുള്ളിൽ സൂക്ഷിക്കുന്നു. ശേഷം മൊബൈൽ കാറിനുള്ളിൽ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഗീതിക അങ്ങോട്ട് വരുന്നു. ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഇപ്പോൾ വരാമെന്ന് നന്ദു പറയുമ്പോൾ ഞാനും വരാമെന്ന് ഗീതിക പറയുന്നു. അപ്പോഴേക്കും മറ്റേ ബന്ധു ജോബിയുടെ നമ്പർ വാട്സപ്പ് ചെയ്യുന്നു. നന്ദു ഗീതികയെയും കൂട്ടി പുറത്തേക്ക് പോകും വഴി നന്ദുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ജോബിയുടെ കാര്യങ്ങളിലാണ്. അതായത് ഡയമണ്ട് കോളനി എവിടെയാണെന്നും ജോബി എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നുമൊക്കെ നന്ദു കണ്ടുപിടിക്കുന്നു. ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഗീതികയെ തിരികെ നന്ദു വീട്ടിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് ഞാൻ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തെത്തിയ ശേഷം ജോബിയെ വിളിച്ച് നീ ഇന്നലെ തല്ലിയ കല്യാണ ചെക്കനാണ് ഞാൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വാടാന്നൊക്കെ പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുന്നു. നിനക്ക് കിട്ടിയത് പോരാ അല്ലേ,
ഇനിയും വേണമെങ്കിൽ നീ വാടാന്ന് ജോബിയും പറയുന്നു. മൊബൈൽ ക്യാമറ കാറിൽ ഓണാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാറിൽ കരുതിയിരുന്ന കട്ടിയുമെടുത്ത് സജീവ് ജോബിയെ ലക്ഷ്യമാക്കി ചെല്ലും. ജോബിക്ക് നേരെ കട്ടി എറിയുമെങ്കിലും അത് മിസ്സാകുന്നു. ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന് വാടാ വാടാന്നൊക്കെ പറഞ്ഞ് ജോബിയെ വെല്ലുവിളിക്കും. ജോബിയും നല്ല തല്ലൊക്കെ കൊടുക്കുന്നു. ക്യാമറയുടെ ഫ്രെയിം അല്ലാത്ത സ്ഥലത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്ദുവും ജോബിയെ കൈകാര്യം ചെയ്യും. അപ്പോഴേക്കും ജോബിയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നു. അതോടെ നന്ദു വേഗം കാറെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടും. അങ്ങനെ ജോബിക്ക് വീണ്ടും കലിയാകുന്നു. നേരെ വീട്ടിൽ വരുന്ന നന്ദു ജോബിയെ അടിച്ചത് ക്യാമറയിൽ പതിഞ്ഞെന്ന് കരുതി അത് കാണിക്കാനായി ഗീതികയെ വിളിക്കുന്നു. എന്നാൽ മൊബൈൽ നോക്കുമ്പോൾ അതിൽ സജീവനെ ഇടിക്കുന്ന സീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോബിയെ അടിച്ചതാകട്ടെ ഔട്ട് ഓഫ് ഫ്രെയിം ആയിരുന്നു. ഗീതിക വന്ന് എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റാതെ നമുക്ക് രാത്രി പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ നന്ദു പറയും. അവരങ്ങനെ എല്ലാവരും കൂടി രാത്രിയാകുമ്പോൾ ഹാപ്പി ആയിട്ട് പുറത്തൊരു തട്ടുകടയിൽ പോയി ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നു. ഫുഡ് കഴിച്ചങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചപ്പുറത്തായി കുഞ്ഞാവ നിന്ന് നോക്കുന്നത് നന്ദു കാണും. അതോടെ നന്ദുവിന് ആകെ ടെൻഷനാവും. ഫാമിലി ആയിട്ടിരിക്കുന്നിടത്തേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് കരുതി നന്ദു എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ എന്ന പോലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. എന്നാൽ കുഞ്ഞാവെ അങ്ങോട്ട് വന്ന് നന്ദുവിനെ വല്ലാതെ കളിയാക്കും. ഫാമിലിയുടെ മുമ്പിലിട്ട് ഇടിച്ചാലോ എന്ന പേടി നന്ദുവിനും ഉണ്ട്. നന്ദുവിനെ ആകെ ടെൻഷനാക്കിയിട്ട് കുഞ്ഞാവ അവിടെ നിന്നും പോകും. ആകെ ടെൻഷൻ അടിച്ചു വരുന്ന നന്ദുവിനെ കാണുമ്പോൾ ഗീതികയ്ക്കും അവനെന്തോ മറച്ചു വെക്കുന്നതായി ഡൗട്ട് വരുന്നു. അവരങ്ങനെ വീട്ടിലേക്ക് തിരിക്കും. പോകുമ്പോഴേ കുഞ്ഞാവയും ജോബിയും ബൈക്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നന്ദുവിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ബഹളം വയ്ക്കുകയും അവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടെ ദേഷ്യം വരുന്ന നന്ദുവും അവരോട് മത്സരിച്ച് കാറിൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഇത് കണ്ട് പേടിക്കുന്ന നന്ദുവിൻ്റെ അമ്മയും പെങ്ങളും ഗീതികയും ഒക്കെ പതിയെ പോകാൻ നന്ദുവിനോട് പറയും. വീട്ടിലെത്തുന്ന ഗീതിക നന്ദുവിനോട് പിണങ്ങി ഒന്നും മിണ്ടുന്നില്ല. അവൻ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ വന്ന് ആ ഷോ കാണിച്ചതൊക്കെ ആരാണ്, എന്താ പ്രശ്നമെന്നൊക്കെ ഗീതിക ചോദിക്കുന്നു. എനിക്കറിയില്ലെന്ന് സജീവ് പറയുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തു നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ എന്നൊക്കെ ഗീതിക പറയുന്നു. ബൈക്കിൽ വന്നത് അന്ന് തല്ലിയവന്മാരാണെന്ന് അവൻ പറയും. ജോബിയെ തല്ലിയ കാര്യവും അത് റെക്കോർഡ് ചെയ്ത് ഗീതിയെ കാണിക്കാൻ ശ്രമിച്ചതുമൊക്കെ നന്ദു ഗീതികയോട് തുറന്നു പറയും. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ റോഡിലിട്ട് തല്ലിയത് ഞാൻ ക്ഷമിക്കാം, പക്ഷെ നിന്റെ മുന്നിലിട്ട് തല്ലിയതിന് പകരം ചോദിക്കാനാണ് ഞാൻ പോയതെന്ന് നന്ദു പറയും. എന്നാൽ ഗീതിക അതിനെ എതിർത്ത് സംസാരിക്കുന്നു. നീ അതൊന്നും ആലോചിക്കേണ്ട, ഞാൻ തങ്കച്ചായനെയും കൂട്ടിപ്പോയി എല്ലാം പറഞ്ഞ് സോൾവ് ആക്കാമെന്നും നന്ദു പറയും. കല്യാണം കഴിഞ്ഞ 2 ദിവസമായിട്ടും രണ്ടുപേരും തമ്മിൽ ഒന്ന് ഹാപ്പിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ടെൻഷനിലും ഫ്രസ്ട്രേഷനിലുമായിരുന്നു ഗീതിക. ആ സീൻ അങ്ങനെ കട്ടായി ജോബിയെയും കുഞ്ഞാവെയുമാണ് പിന്നെ കാണിക്കുന്നത്. ജോബിക്ക് 3 വർഷമായിട്ട് ഒരു പ്രണയമുണ്ടായിരുന്നു. അവളാണെങ്കിൽ 1 മാസമായിട്ട് അവനെ വിളിക്കുന്നും ഉണ്ടായിരുന്നില്ല. കോളൊന്നും വരാത്തതിൻ്റെ ടെൻഷനിലാണ് ജോബി. അവൾ നിന്നെ തേച്ചതാണ്, 3 വർഷം നിങ്ങൾ അർമാദിച്ചല്ലോ, ഇനി അവളോട് പോകാൻ പറയാൻ കുഞ്ഞാവ ജോബിയോട് പറയുന്നു. അങ്ങനെ അവൾ എന്നെ തേച്ചതാണെന്ന തോന്നൽ അവൾക്കുണ്ടാകരുത്. ഞാനൊരു ആണാണ്, എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നേരെ ആ പെൺകുട്ടിയെ വന്ന് കാണുന്നു. നിനക്ക് തോന്നുമ്പോൾ നിന്റെ കൂടെ കിടക്കാനും തെറി പറയാനും മാത്രമുള്ളതല്ല പെണ്ണ്. എനിക്ക് മടുത്തു, എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ആ പെൺകുട്ടി ജോബിയോട് പറയുന്നു. അതിനവൻ കുറെ മോശമായി അവളോട് സംസാരിക്കുകയും അവളെ തെറി പറയുകയും ഒക്കെ ചെയ്യുന്നു. ആദ്യം ഗതികേട് കാരണം ഒന്നും മിണ്ടാതെ അവൾ നിൽക്കുന്നുവെങ്കിലും സഹികെടുമ്പോൾ അവളും തിരികെ ഒരു തെറി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകും. ശരിക്കും ജോബി അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ജോബിയെ തെറി വിളിക്കുന്നത് അവിടെ നിന്ന് എല്ലാവരും കാണുന്നുമുണ്ടായിരുന്നു. അതോടെ ആകെ നാണം കെട്ട ജോബി അവിടെ കിടന്ന് പിന്നെയും ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാകുന്നതോടെ കുഞ്ഞാവ അവനെയും വിളിച്ച് അവിടെ നിന്നും ബൈക്കിൽ പോകുന്നു. ഒരു പെണ്ണ് തന്നെ തെറി വിളിച്ചു എന്നത് ജോബിയുടെ ഈഗോയ്ക്ക് ഒട്ടും അഡ്ജസ്റ്റ് ആകുന്നില്ല. അവനാ വൈരാഗ്യത്തിലും ദേഷ്യത്തിലും വന്ന സമയത്താണ് നന്ദുവിൻ്റെ കാറിൽ വന്ന് തട്ടുന്നത്. അങ്ങനെ ആ സീൻ കട്ടായി നന്ദുവും തങ്കച്ചായനും കൂടി കോംപ്രമൈസിനായി ഡയമണ്ട് കോളനിയിലേക്ക് വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവർ വന്ന ജോബിയെയും കുഞ്ഞാവയെയും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണുന്നു. കോംപ്രമൈസിന് വന്നതാണെന്ന് പറയുമ്പോൾ എനിക്ക് മതിയായിട്ടില്ല, ഇനിയും ഞാൻ നിന്നെ തല്ലും, എനിക്ക് തല്ലണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ നിന്നെ തല്ലും, നിന്റെ പെണ്ണിൻ്റെ മുന്നിലിട്ട് തല്ലണമെന്നൊക്കെ ജോബി പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. ഇന്നലെ ഇവൻ എന്നെ തല്ലാൻ വന്നു എന്ന ജോബി പറയുമ്പോഴാണ് തങ്കച്ചാൻ പോലും ആ വിവരം അറിയുന്നത്. നന്ദുവിൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നത് കൂടി കുഞ്ഞാവ തപ്പിയെടുക്കുന്നു. അതോടെ സീൻ ആകെ മാറും. നന്ദുവിനെ വിളിച്ച് മാറ്റി നിർത്തി ആരും കേൾക്കാതെ എന്തോ ഒന്ന് ജോബി ചെവിയിൽ പറയുന്നുണ്ട്. അതോടെ നന്ദുവിന് ജോബിയോട് ദേഷ്യം തോന്നും. നന്ദു ജോബിയുടെ ഷർട്ടിന് പിടിക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടി വന്ന് പിടിച്ചു മാറ്റി ഒരുവിധം നന്ദുവിനെയും തങ്കച്ചാനെയും അവിടെ നിന്നും പറഞ്ഞുവിടും.
തങ്കച്ചായനും അവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സാധിച്ചു കൊടുത്തോ, നിനക്ക് ഗൾഫിലേക്ക് പോകേണ്ടതാണെന്ന് നന്ദുവിനോട് പറയുന്നു. അവർക്ക് അങ്ങനെ അവിടെ നിന്നും ഒന്നും കോംപ്രമൈസ് ആകാതെ തിരികെ പോരേണ്ടി വരുന്നു. വീട്ടിലെത്തുന്ന നന്ദു ഗീതികയോട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. തലേന്ന് ദേഷ്യപ്പെട്ടതിന് ഗീതികയും സോറി പറഞ്ഞ് അവർ രണ്ടും തമ്മിൽ വീണ്ടും സ്നേഹമാകും. നന്ദുവിന് അപ്പോഴും ഉള്ളിൽ മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് പുറത്ത് പോലീസിനെ കണ്ട് നന്ദുവും വീട്ടുകാരും ടെൻഷനാകുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടി തങ്കച്ചായൻ വെള്ളമടിച്ചു. ടച്ചിങ്സിനാണെങ്കിലോ മലമ്പാമ്പ് കറിയും. താൻ ചാറ് കഴിച്ചതേ ഉള്ളൂ എന്നൊക്കെ തങ്കച്ചായൻ പറഞ്ഞു നോക്കുമെങ്കിലും പോലീസുകാരുണ്ടോ വെറുതെ വിടുന്നു. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ ആകെ ആള് കൂടി നിൽക്കുന്നത് കണ്ട് ബൈക്ക് നിർത്തി ജോബിയും കുഞ്ഞാവിയും അങ്ങോട്ട് വരുന്നു. ഇതേ സമയം പഞ്ചായത്ത് മെമ്പർ വന്ന് കുറച്ച് കാശ് ചെലവാക്കിയാൽ തങ്കച്ചായനെ ഇറക്കാമെന്ന് നന്ദുവിനോട് പറയും. കാശ് തരാമെന്ന് നന്ദുവും സമ്മതിക്കുന്നു. അവനാ ടെൻഷനിൽ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ മതിലിന് മുകളിലൂടെ വീട്ടിലേക്ക് നോക്കുന്ന ജോബിയെയും കുഞ്ഞാവിയെയും നന്ദു കാണും. ഇവന്മാരിനി വീട്ടിൽ കയറി വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന ടെൻഷനിൽ നന്ദു അകത്ത് കയറി വാതിലടച്ചിട്ട് ജനലിലൂടെ ആരും കാണാതെ ഒളിഞ്ഞു നോക്കും. ഇതേ സമയം തുണി വിരിച്ചു നിൽക്കുന്ന ഗീതിയെ അവന്മാരെ കമൻ്റ് അടിക്കുന്നത് കേട്ട് നന്ദു ഗീതിയെ താഴേക്ക് വിളിക്കുന്നു. ഇതോടെ വീട്ടിലും മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് നന്ദു എത്തുന്നു. 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അതോടെ നന്ദു തീരുമാനിക്കും. അത് കേട്ട് ഗീതികയും ഹാപ്പിയാകുന്നു. അവരങ്ങനെ അടുത്തുള്ള ഒരു ബീച്ച് റിസോർട്ടിലേക്ക് പോകും. പക്ഷേ ഇത് കുഞ്ഞാവ കാണുന്നുണ്ട്. അവരങ്ങനെ വളരെ ഹാപ്പിയായി ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി റൊമാൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു കോൾ നന്ദുവിന് വരുന്നു. ജോബി എന്നൊരാൾ താഴെ കാണാൻ വന്നതായി റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറയുന്നു. അവനെ ഇങ്ങോട്ട് കയറ്റിവിടാൻ ദേഷ്യത്തോടെ നന്ദു പറയും. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന നന്ദു താഴെ വന്ന് നോക്കുമ്പോൾ കുഞ്ഞാവയും ജോബിയും റിസോർട്ടിന് പുറത്തു വന്നു നിന്ന് നന്ദുവിനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തിരി നേരം ബഹളം വെച്ചിട്ട് അവർ തിരികെ പോകും. പിറ്റേന്ന് രാവിലെ നന്ദുവിനോട് ഗീതിക എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ആദ്യം നന്ദു ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അവൾ നിർബന്ധിക്കുമ്പോൾ ജോബിയും കുഞ്ഞാവയും ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നതായി നന്ദു പറയുന്നു. ഗീതികയുടെ മുന്നിലിട്ട് അടിക്കണമെന്നതാണ് അവരുടെ ആവശ്യമെന്നും നന്ദു പറയും. ഇനിയും എന്തിനാ അടി, നമുക്ക് അവരോട് സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ആക്കാം, അവരെ ഇങ്ങോട്ട് വിളിക്കാൻ ഗീതികയും പറയും. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ തീർത്തോളാമെന്നൊക്കെ നന്ദു പറയുമെങ്കിലും ഗീതിക അവനെ കൊണ്ട് നിർബന്ധിച്ച് അവരെ വിളിപ്പിക്കുന്നു. അങ്ങനെ കുഞ്ഞാവയും ജോബിയും നന്ദു വിളിച്ചിടത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യും. നേരെ വീട്ടിലെത്തുന്ന ജോബി കാണുന്നത് അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മാരേജ് ലെറ്റർ അവിടെ കിടക്കുന്നതാണ്. അതും കൂടി കാണുന്നതോടെ ജോബിക്ക് വീണ്ടും കലിയാകുന്നു. ഏതായാലും രാത്രിയാകുമ്പോഴേക്കും ജോബിയും കുഞ്ഞാവയും നന്ദുവിനെ കാണാനായി റിസോർട്ടിലേക്ക് എത്തും. നേരെ വാതിലിൽ തട്ടുമ്പോൾ ഗീതികയാണ് വാതിൽ തുറക്കുന്നത്. അകത്ത് കടന്ന ശേഷം 4 പേരും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളല്ലേ ചെറിയൊരു സംഭവം ഓവർ റിയാക്ട് ചെയ്ത് ഇത്രയും വഷളാക്കിയത്, നമുക്കിതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഗീതിക പറയുന്നു. എന്നാൽ കുഞ്ഞാവ അപ്പോഴേക്കും അവളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതോടെ നന്ദു എന്നെ ഇവളുടെ മുമ്പിലിട്ട് അടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ അടിച്ചോളാൻ പറയുന്നു. അപ്പോൾ ഗീതിക അടിക്കാതെ തീർക്കാമെങ്കിൽ അതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നു. അടിക്കാതെ തീർക്കാമെന്ന് ഞാനും പറഞ്ഞതാ, പക്ഷേ ഇവനൊന്ന് സഹകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്ന് ജോബി പറയും. അതോടെ ഗീതിക നന്ദുവിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നു. അടിക്കാതെ തീരുമെങ്കിൽ തീരട്ടെ, നമ്മളൊന്ന് സഹകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നല്ലേ ജോബി പറയുന്നത്, നിങ്ങൾക്കതിൽ എന്താണ് വിഷയമെന്ന് ഗീതിക ചോദിക്കും. അപ്പോഴും നന്ദു എങ്ങനെ സഹകരിച്ചാലാണ് അവർ പ്രശ്നം തീർക്കാമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നില്ല. ഇതോടെ നന്ദു എന്തോ മറച്ചു വെക്കുന്നതായി ഗീതികയ്ക്ക് തോന്നുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രശ്നം തീർക്കണമെങ്കിൽ നീ അവൻ്റെ കൂടെ കിടക്കണമെന്നാണ് ജോബി പറയുന്നതെന്ന് നന്ദു അവളോട് പറയുന്നു. അതോടെ ഗീതികയും ഷോക്ക്ഡ് ആവുന്നു. ശേഷം ഗീതിക നേരെ ജോബിയുടെ അടുത്തേക്ക് വരും. ഞാൻ കൂടെ കിടന്നാൽ തീരുന്ന പ്രശ്നമുള്ളോ ചേട്ടാ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ കിടക്കാം, പക്ഷേ ഇവന്റെ മുമ്പിൽ വെച്ച് പറ്റില്ലെന്ന് ഗീതിക പറയുന്നു. ഇത്ര ധൈര്യത്തോടെ അവൾ ഇത് വന്ന് പറയുന്നത് കേട്ട് ജോബി ആകെ ഒന്ന് ഞെട്ടും. ഇതാണ് ജോബി നന്ദുവിന്റെ ചെവിയിൽ പറഞ്ഞതെന്ന് കുഞ്ഞാവയും അപ്പോഴാണ് അറിയുന്നത്. കിട്ടിയ അവസരം പാഴാക്കണ്ട എന്ന് കരുതി അവൻ കുഞ്ഞാവയെ പുറത്തേക്ക് തള്ളിവിടാനായി ശ്രമിക്കുന്നു. ഇതെന്തോ ട്രാപ്പാണ്, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം, നീ വാ എന്നൊക്കെ കുഞ്ഞാവ പറഞ്ഞു നോക്കുമ്പോൾ അതൊന്നുമില്ല, സജീവൻ വെറും പോങ്ങനാണ്, അതുകൊണ്ടാണ് അവൾ ഇത് സമ്മതിച്ചത് തന്നെ, ഞാനിതൊന്ന് നടത്തിയിട്ട് വേഗം വരാം, നീ താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കുഞ്ഞാവയെ ജോബി താഴേക്ക് പറഞ്ഞുവിടും. ശേഷം ജോബി മുറിയിലേക്ക് വരുമ്പോൾ വളരെ കൂളായിരിക്കുന്ന ഗീതികയാണ് കാണുന്നത്. അകത്ത് ഗീതികയെ മാത്രം കാണുന്നത് കൊണ്ട് തന്നെ ജോബി ടെൻഷനോടെ സജീവൻ അവിടെ എവിടെയോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും സജീവ് അവിടേക്ക് വരും. നീ എന്താ ഇവിടെ? ഈ പ്രശ്നം ഞങ്ങൾ നിന്നെ തല്ലാതെ ഒന്ന് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, നീ പുറത്ത്
പുറത്തു പോകാൻ ജോബി നന്ദുവിനോട് പറയും. അതിന്റെ ആവശ്യമില്ല, നിനക്ക് എന്റെ മുമ്പിലിട്ട് സജീവനെ തല്ലണമെന്നല്ലേ പറഞ്ഞത്? ഇത് എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്താൽ മതി നീ എന്ന് ഗീതിക നല്ല കൂളായിട്ട് പറയും. ഇവന്റെ മുമ്പിൽ വെച്ചൊന്നും പറ്റില്ലെന്ന് ജോബി പറയുന്നതോടെ ഗീതിക അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, സജീവ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളും, നമുക്ക് പ്രശ്നം തീർക്കാം, നീ വാ എന്നും പറഞ്ഞ് അവൾ ജോബിയെ നിർബന്ധിക്കുന്നു. അത്ര കൂളായിട്ട് കൂടെ കിടക്കാൻ ഗീതിക വിളിക്കുന്നത് കേട്ട് ജോബി ആകെ നാണം കെട്ടുപോകും. അതോടെ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്റെ മുമ്പിലിട്ട് ഇവനെ തല്ലിയാൽ മതിയെന്ന് ജോബി പറയുന്നു. നീ ഇങ്ങനെ മാറ്റി മാറ്റി പറയാൻ നിനക്ക് നാണമില്ലേ? ഒരു പെണ്ണ് നിന്നോട് തിരിച്ചു ചോദിച്ചാൽ തീരുന്ന ആണത്തമേ നിനക്കുള്ളൂ എന്നൊക്കെ ഗീതിക പറയും. ശരിക്കും ഗീതിക ജോബിയുടെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. നീ ചിന്തിക്കുക പോലും ചെയ്യാത്ത ട്രാപ്പിലേക്കാണ് ഞങ്ങൾ നിന്നെ വിളിച്ചു കയറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നതോടെ ജോബി ആകെ പേടിക്കുന്നു. ശരിക്കും അവർ ആ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ടായിരുന്നു ജോബിയെ അകത്ത് കയറ്റിയത്. ആകെ പേടിച്ചു പോകുന്ന ജോബി ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി ഇനി ഞാൻ ഒന്നിനും വരില്ല, കോംപ്രമൈസ് എന്നൊക്കെ പറയുന്നു. സജീവനും ഗീതികയും ധൈര്യത്തോടെ ഒരുമിച്ച് ആ പ്രശ്നത്തെ നേരിടാൻ തീരുമാനിച്ചതോടെ ജോബിയുടെ അടിപതറുകയായിരുന്നു. ശരിക്കും അവൻ ഒരു കഴിവുമില്ലാത്തവനായിരുന്നു. ഇത് മറച്ചു വെക്കാനാണ് താൻ വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കാൻ അവൻ ഈ ഷോ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആകെ നാണം കെട്ട് ജോബി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പ്രശ്നം സോൾവ് ആകുന്നതോടെ നന്ദുവും ഗീതികയും ഹാപ്പിയാകുന്നു. പുറത്തേക്ക് വരുന്ന ജോബി കുഞ്ഞാവെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട്. തൻ്റെ കഴിവുകേട് മറയ്ക്കാൻ അകത്ത് എന്തൊക്കെയോ നടത്തിയെന്ന ഗമയിൽ ചിരിച്ചുകൊണ്ട് ജോബി അവൻ്റെ അടുത്തേക്ക് വരും. സജീവൻ ഒരു പേടിത്തൊണ്ടനാണ്, അവൾ പൊളിയാണ് എന്നൊക്കെ വലിയ ഗമയിൽ തട്ടിവിടും. ജോബിയേക്കാൾ വലിയ മണ്ടനായ കുഞ്ഞാവയും അതെല്ലാം വിശ്വസിക്കുന്നു. അടുത്ത സീനിൽ നന്ദു ഗൾഫിലേക്ക് പോകുന്ന ദിവസം കാണിക്കും. ഗീതികയോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് തങ്കച്ചായനോടൊപ്പം കാറിൽ എയർപോർട്ടിലേക്ക് നന്ദു പോകുന്നു. പോകും വഴി കുഞ്ഞാവയും ജോബിയും വഴിയിൽ നിൽക്കുന്നത് കണ്ട് തങ്കച്ചായന് ഞാനൊരു പട്ടിഷോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓടിച്ചുകൊണ്ടിരുന്ന കാറിന്റെ ഡോർ തുറന്ന് റോഡരികിൽ നിന്ന കുഞ്ഞാവയെ തട്ടി പാടത്തേക്ക് ഇടുന്നു. തങ്കച്ചായ നീ ഇതെന്താ കാണിക്കുന്നത്? നിനക്കിത് കഴിഞ്ഞ് നേരെ ഗൾഫിൽ പോയാൽ മതി, ഇവന്മാരെ വീട്ടിൽ കയറി നിറങ്ങുമെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബം നോക്കാൻ എൻ്റെ പെണ്ണ് തന്നെ മതിയെന്ന് നന്ദു പറയുന്നു. ഇതേ സമയം കുഞ്ഞാവ പാടത്തെ ചേറിൽ വീണത് കണ്ട് പാഞ്ഞു വരുന്ന ജോബി കാറിലിരിക്കുന്നത് നന്ദുവാണെന്ന് അറിയുന്നതോടെ ആകെ പതറുന്നു. ആണുങ്ങളുടെ ഈഗോയ്ക്ക് മുകളിലാണ് പെണ്ണിന്റെ ധൈര്യമെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ ചിത്രം അവസാനിക്കും.